അന്ന് വീട്ടിൽ വന്നപ്പോ ബിഗ് ഫ്രണ്ടിന് എന്തൊരു സ്നേഹമായിരുന്നു. മോളേന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ച് എന്തോ ഒരു ഉമ്മ എനിക്ക് തന്നത്. അന്ന് എനിക്ക് വേണ്ടി മാത്ര ബിഗ് ഫ്രണ്ട് ഓട്ട മത്സരത്തിൽ പങ്കെടുത്തതും എന്നെയും പപ്പിയും കൊണ്ട് ഓടി ജയിച്ചതും. സത്യേ, ഞാൻ നിന്നെ എവിടെയൊക്കെ നോക്കി. സത്യം എന്താ ഇവിടെ വന്ന് ഒറ്റയ്ക്കിരിക്കുന്നേ? ഞാൻ അങ്ങനെ ഓരോന്നും ആലോചിച്ചിരുന്നതാ പപ്പി. അതെന്താ കാര്യം? എന്നോടും കൂടി പറയുന്നേ. ഞാൻ ആലോചിച്ചത് ബിഗ് ഫ്രണ്ടിന്റെ കാര്യാ. സത്യം എന്തിനാ വിഷ്ണു അച്ഛനെ ബിഗ് ഫ്രണ്ട് എന്ന് വിളിക്കുന്നേ? എന്നെ പോലെ വിഷ്ണു അച്ഛന്ന് വിളിക്കാൻ പാടില്ലേ? അത് ഞാൻ ആദ്യമേ വിളിച്ച് ശീലിച്ചു പോയില്ലേ. ആ, അത് ശരിയാ. ആ, എന്ത് കാര്യ ബിഗ് ഫ്രണ്ടിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞത്? കഴിഞ്ഞ ദിവസം ബിഗ് ഫ്രണ്ട് എന്നെ വീട്ടിൽ വന്നിരുന്നു പപ്പി. എന്നെ കണ്ടത് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഒരുപാട് ഉമ്മയൊക്കെ തന്നു. അന്ന് എന്നോട് എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക സ്നേഹമായിരുന്നു. അതെന്താന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ചേച്ചിയമ്മയെ വിഷമിപ്പിക്കാതെ പപ്പിമോള് ചേച്ചിയമ്മയ്ക്ക് വാക്ക് തരണം. ചേച്ചിയമ്മ പറയാതെ സത്യയോട് ഈ വിവരം പറയില്ലെന്ന്. ചേച്ചിയമ്മയുടെ പൊന്നുമോളല്ലേ സത്യം ചെയ്തതാ. ശരി, സമ്മതിച്ചു. എന്റെ സത്യ, അത് നിന്റെ ആരാണെന്ന് എനിക്കിപ്പോ പറയണമെന്നുണ്ട്. പക്ഷെ ചേച്ചിയമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തോണ്ട് എനിക്ക് പറയാനാവില്ല. പക്ഷെ നിന്റെ ഈ സങ്കടം കണ്ടിട്ട് പറയാതിരിക്കാനും പറ്റുന്നില്ല. എന്നോട് ക്ഷമിക്ക് സത്യേ. നിന്നെ എന്തെങ്കിലും പറഞ്ഞ് ആശ്വസിപ്പിക്കാനേ എനിക്കിപ്പോ പറ്റൂ. എനിക്ക് നിന്റെ അച്ഛനെ വിളിക്കണം പപ്പി.